സിൽവർ ലൈനിന് ബദലായി ശ്രീധരൻ നിർദ്ദേശിച്ച സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതി പരിഗണനയിലുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. വിഷയത്തിൽ റെയിൽവേ മന്ത്രിയുമായി ശ്രീധരൻ തുടർ ചർച്ചകൾ നടത്തും. റെയിൽവേ മന്ത്രിയുമായി മുഖ്യമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയിൽ സിൽവർ ലൈൻ പദ്ധതി ചർച്ചയായില്ലെന്ന് മന്ത്രി അബ്ദുറഹിമാൻ പറഞ്ഞു. അങ്കമാലി ശബരി റെയിൽപാത വേഗത്തിൽ യാഥാർത്ഥ്യമാക്കാൻ ചർച്ചയിൽ തീരുമാനമായിട്ടുണ്ട്. റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി റെയിൽവേ വകുപ്പ് മന്ത്രിയായി ചർച്ച ചെയ്തത്. അതിൽ അങ്കമാലി ശബരി റെയിൽപാത യാഥാർത്ഥ്യമാക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ കേന്ദ്ര വിദഗ്ധ സംഘം കേരളത്തിലെത്തുകയും അവിടെ ഒരു യോഗം ചേർന്നുകൊണ്ട് ഔദ്യോഗികമായി അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ, ഭൂമി ഏറ്റെടുക്കൽ ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത്തരത്തിലൊരു റിപ്പോർട്ട് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട റെയിൽവേ വകുപ്പ് മന്ത്രിയോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ കേരളത്തിൽ നിന്ന്. നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മൾ നോക്കൂ, കേരളത്തിൻ്റെ ഒരാവശ്യം എന്ന രീതിയിൽ നമ്മൾ ഉന്നയിച്ചൊരു കാര്യമാണത്. അതുമായുള്ള തീരുമാനങ്ങൾ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രയോറിറ്റി ഉള്ളത് അങ്കമാലി റെയിൽവേ ലൈനാണല്ലോ. എത്ര വർഷമായി നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്ത് അങ്കമാലി റെയിൽവേ പാതയുമായി ബന്ധപ്പെട്ട അത് ആ കാര്യം ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചു. നോർമലി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊടുത്ത മെമ്മോറാണ്ടത്തിൽ കൃത്യമായി തന്നെ ആ കാര്യങ്ങളുണ്ട്. കേരളത്തിലെ മറ്റു റെയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇനി മെട്രോ ശ്രീധരൻ സാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കും. കേരളത്തിന്റെ റെയിൽവേ ബജറ്റ് ശരാശരി 372 കോടിയിൽ നിന്ന് 3042 കോടിയായി വർദ്ധിപ്പിച്ചുവെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. അങ്കമാലി എരുമേലി റെയിൽവേ പദ്ധതി, കൂടുതൽ റെയിൽപാതകൾ ഉൾപ്പെടെ കൂടിക്കാഴ്ചയിൽ ചർച്ചയായതായി മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിട്ടുണ്ട്. വിനീത വിജി ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിനീത, രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ ഈ കേരളത്തിലെ റെയിൽപാതയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തു വന്നു എന്ന് പറയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സിൽവർ ലൈന് പകരം അതിനൊരു ബദലായി നേരത്തെ നിർദ്ദേശിക്കപ്പെട്ട ഹൈസ്പീഡ്, സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതി, അത് കേരളത്തിലേക്ക് വരാൻ പോകുന്നു എന്ന ചില സൂചനകൾ അത് ഡൽഹിയിൽ നിന്ന് വരുന്നു. മെട്രോമാൻ ശ്രീധരൻ റെയിൽവേ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു എന്നത് വളരെ പോസിറ്റീവായിട്ട് കാണാം. എന്താണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? ഒപ്പം മറ്റൊന്ന്, ഏതാണ്ട് 10-28 വർഷമായി കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്ന റെയിൽപാതയാണ് ഈ അങ്കമാലി ശബരി റെയിൽപാത. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ചില മറുപടികൾ കേന്ദ്ര റെയിൽവേ മന്ത്രിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിൽ എന്താണ് മന്ത്രി ഇന്ന് ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് നടത്തിയ വിവരങ്ങൾ? പ്രജിൻ, ഇന്നുച്ചയ്ക്ക് 12:30 കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടായിരുന്നത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ കൂടിക്കാഴ്ച. മുഖ്യമന്ത്രി റെയിൽ ഭവനിലെത്തിയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നത്. വി അബ്ദുറഹിമാൻ മന്ത്രി, ഒപ്പം തന്നെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ആദ്യം നമുക്ക് ആ പോസിറ്റീവ് കാര്യത്തെക്കുറിച്ച് തന്നെ പറയാം. ആ പോസിറ്റീവ് കാര്യം എന്ന് പറയുന്നത്, ഏറെ നാളായി കേരളം ആവശ്യപ്പെടുന്ന ഒരു പദ്ധതി, ഒരു സ്വപ്ന പദ്ധതി എന്നൊക്കെ തന്നെ പറയാം, ഈ അങ്കമാലി ശബരി പാത, അത് യാഥാർത്ഥ്യമാകുന്നു എന്ന കാര്യം തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. മന്ത്രി ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട്. ഇന്ന് കേന്ദ്രമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ജൂലൈയോടുകൂടി തന്നെ ഈ പദ്ധതിയുടെ ഭാഗമായി സ്ഥലമെടുക്കൽ അടക്കമുള്ള മറ്റ് നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഈ തീർത്ഥാടകർക്ക് അടക്കം തീർത്ഥാടന കാലത്തൊക്കെ ഏറെ ഉപയോഗപ്രദമാകുന്ന ഒരു പദ്ധതി കൂടി തന്നെയാണ് ഈ അങ്കമാലി ശബരി പദ്ധതി. ഇതിനായി പ്രത്യേക വിദഗ്ധ സംഘം കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലേക്ക് എത്തി ഈ സ്ഥലം സന്ദർശിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതേസമയം ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഇന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ചർച്ചയായിട്ടില്ല എന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്ക് ചില വിവരങ്ങൾ ലഭ്യമാകുന്നത്, നേരത്തെ തന്നെ ഈ ബദൽ പദ്ധതി എന്ന തരത്തിൽ, ബദൽ നിർദ്ദേശം എന്ന തരത്തിൽ ശ്രീധരൻ മുന്നോട്ട് വെച്ച ഒരു സെമി ഹൈവേ പദ്ധതിയുണ്ട്. അതിൽ പ്രധാനമായി പറയുന്നത് ഒരു സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിയാണത്. അതിൽ അദ്ദേഹം ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശം എന്ന് പറയുന്നത്, ഈ കേരളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ സ്ഥലമെടുക്കൽ അടക്കമുള്ള പ്രശ്നങ്ങളാണ് നിലവിൽ കൂടുതൽ പ്രശ്നങ്ങൾ വഷളാകാൻ കാരണം. അതുകൊണ്ട് തന്നെ ഈ സ്ഥലമെടുക്കൽ പരിധി കുറച്ചുകൊണ്ട് നമുക്ക് ഒരുപക്ഷെ ആകാശപാതയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു ട്രാക്കുകളോ നിർമ്മിക്കാമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശം. ഫെബ്രുവരി 12-ന് ഈ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം കേന്ദ്രത്തിന് ഒരു കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കത്ത് ഇപ്പോൾ പരിഗണിക്കുന്നുവെന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ മെട്രോമാൻ ശ്രീധരൻ ഡൽഹിയിലെത്തി കേന്ദ്രമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ ചർച്ചകൾ നടക്കുന്നത്. ശ്രീധരൻ ഡൽഹിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഈ വിഷയത്തിൽ കേന്ദ്രവും ഒപ്പം തന്നെ സംസ്ഥാനവും തമ്മിൽ ചില ചർച്ചകൾ കൂടി നടന്നേക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ. പ്രജിൻ, യെസ്, വിനീത വിജിയാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും.